കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. മറ്റൊരു പ്രഭാതവും കൂടെ കർത്താവ് നമുക്ക് അനുവദനീയമായി തന്നു. ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി പ്രാർത്ഥനയോടെ ആവലോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ദിവസവും നാം കേൾക്കുന്ന പ്രഭാത ചിന്തകൾ നമ്മുടെ മനസ്സിന് ഒരു കുളിർമഴയായി പെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയുടെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം. അതിനാസ്പദമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 37-ാം സങ്കീർത്തനമാണ്. അതിൻ്റെ 3, 4, 5 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ 3 പ്രത്യേക പദങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ യഹോവയിൽ തന്നെ ആശ്രയിക്കുക. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച്, യഹോവയിൽ നാം ചെയ്യേണ്ട 3 മർമ്മപ്രധാനമായ കാര്യങ്ങളാണ്. ഒന്ന്, 3-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: യഹോവയിൽ തന്നെ ആശ്രയിച്ചു കൊള്ളുക. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. നാം ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ, ഇനി ഞാനൊരു കാര്യം പറയാം. ഈ മലയാള മനോരമ, മാതൃഭൂമി ഇത്യാദി പത്രങ്ങളൊക്കെ നിങ്ങളെടുത്താൽ ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് ധാരാളം അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു വലിയ നീണ്ട നിര കൊടുത്തതിന് ശേഷം അവരെഴുതുന്ന ഒരു പദമുണ്ട്: നിങ്ങൾ ഇത് ഒരു 200 പേർക്ക് 500 പേർക്ക് അയച്ചു കൊടുക്കുക, ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ധാരാളം അഡ്വർടൈസ്മെൻറ്റുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ 500, 600, 100, 50 പേർക്കൊന്നും നിങ്ങൾ ഒരു പ്രിൻ്റ് ഔട്ടും ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് എടുക്കണമെങ്കിൽ, സദൃശവാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: നിങ്ങളുടെ ഒരു കാര്യവും സാധിക്കാതെ ഇരിക്കുകയില്ല, നിങ്ങളുടെ സകല ഉദ്ദേശവും സാധിക്കും എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ സാധിച്ച് എടുക്കണമെങ്കിൽ, ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ച് അവൻ തരും. 2, നമുക്ക് രസിക്കാനുള്ളത്, ഡിലൈറ്റ് എന്ന പദമാണ് ഇംഗ്ലീഷിൽ. നമുക്ക് രസിക്കാൻ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലല്ല, ഈ ലോകത്തിൻ്റെ ചുറ്റുപാടുകളിലല്ല, സിനിമയിലല്ല, നാടകങ്ങളിലല്ല, പേക്കുത്തുകളിലല്ല. നമുക്ക് രസിക്കുവാനുള്ളത് നമ്മുടെ കർത്താവിലാണ്. ഡിലൈറ്റ് ഇൻ ദ ലോർഡ്. നാം കർത്താവിൽ രസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കാര്യം അവൻ സാധിപ്പിച്ച് തരും. അപ്പോൾ നാം ഏത് സമയത്തും നമ്മൾ കർത്താവിൽ രസിക്കുന്നവരായി തീരുമെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് വെളിപ്പെടുത്തുവാനിടയായിത്തീരും. 3-ാമത്, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വഴി ദൈവത്തിൻ്റെ കരത്തിൽ ഭരമേൽപ്പിക്കണം. സോ നമ്മൾ സബ്മിറ്റ് അവർ വേയ്സ്, നമ്മുടെ വഴികളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുക, ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുകയാണ്. നമ്മൾ പലപ്പോഴും വഴി അടയപ്പെട്ടവരായി, നമ്മുടെ മുൻപിൽ സകലവാതിലുകളും കൊട്ടിയടക്കപ്പെട്ടവരായി മാറാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മുടെ വഴി നമ്മൾ കർത്താവിൽ ഭരമേൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. നാം നമ്മുടെ സ്വയമായി വഴികൾ തിരഞ്ഞെടുക്കുകയും
നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം, നമ്മുടെ സ്വന്തം ആലോചന പ്രകാരം നാം നമ്മുടെ വഴിയെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവത്തിന് ആ വഴിയിൽ പ്രസാദം ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ പ്രഭാതത്തിൽ പറയട്ടെ, നിങ്ങളുടെ വഴി ദൈവത്തിൻ്റെ കരത്തിലൊന്ന് സമർപ്പിച്ചേ. നിങ്ങളുടെ വഴി ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിച്ചാൽ ഒരു നാളും ആ വഴി അടയപ്പെടുകയില്ല. സമുദ്രത്തിൻ്റെ നടുവിൽ പെരുവഴി തുറന്നൊരു കർത്താവല്ലേ, യോർദാനെ വിഭാഗിച്ച് ജനത്തിനു വേണ്ടി വഴിയെ ഒരുക്കിയ ദൈവമല്ലേ? അങ്ങനെയാണെങ്കിൽ അകത്തളത്തിൽ ഉറങ്ങിക്കിടന്ന പത്രോസിനെ കാരാഗൃഹത്തിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവന്നൊരു ദൈവമല്ലേ? തീർന്നില്ല, ആമത്തിൽ കിടന്ന ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പൗലോസിനെയും സീലാസിനെയും ചങ്ങലകളിൽ നിന്ന് ബന്ധിതരായിട്ടല്ല, അവരെ അതിൻ്റെ അകത്തുനിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന ഒരു ദൈവത്തെയല്ലേ നാം സേവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വഴിയെ ദൈവത്തിൻ്റെ കരത്തിലൊന്ന് സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നിങ്ങളുടെ വഴി ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിച്ചാൽ നിങ്ങളുടെ കാര്യത്തെ സാധിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിലുള്ള വലിയ തടസ്സമായിരിക്കാം. എങ്ങനെ ഫയലുകൾ അത് ക്രമീകരിക്കപ്പെടും, എങ്ങനെ എനിക്ക് വിസ ലഭിക്കും, എങ്ങനെ എൻ്റെ ടിക്കറ്റിൻ്റെ കാര്യം, എങ്ങനെ എന്നുള്ള പല ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ കിടക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വഴി ദൈവത്തിൽ സമർപ്പിക്കൂ. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കാര്യം സാധിപ്പിച്ചെടുക്കണമെങ്കിൽ 3 കാര്യം നിങ്ങൾ ചെയ്താൽ മതി. 1, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. 2, നിങ്ങൾ ദൈവത്തിൽ രസിക്കുക. 3, നിങ്ങളുടെ വഴി ദൈവത്തിൽ ഫലമേൽപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഇന്നത്തെ ഈ പ്രഭാത സന്ദേശത്തിൻ്റെ ഹെഡ്ലൈനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ കാര്യം ഉദ്ദേശം സാധിക്കും എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നോ ഡൗട്ട് അറ്റ് ഓൾ, ഒരു സംശയവും വേണ്ട, കാര്യത്തെ സാധിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നല്ല നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.